ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ പൽക്കാലം എല്ലാവർക്കും യേശു ക്രിസ്തുവിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഈ പൽക്കാലത്തെ ചിന്താവിഷയം മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 13-ാം വാക്യം. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. ഉപ്പ് കാരമില്ലാതെ പോയാൽ അതിന് എന്തോന്നു കൊണ്ട് രസം വരുത്താം. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. ഉപ്പിൻ്റെ ഉപയോഗം നമ്മൾ നിത്യവും ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. അത് അധികമായാൽ പ്രയോജനമില്ല. അതിനളവിനനുസരിച്ച് നാം ഒരുക്കുമ്പോഴാണ് അത് അനുഗ്രഹമായി തീരുന്നത്. ചീത്തയായ വെള്ളത്തെ പഥ്യമാക്കുന്നു, നവജാത ശിശുവിനെ ശുദ്ധീകരിക്കുന്നു, ഉപ്പ് രുചിപ്പിക്കുന്നു, യാഗങ്ങൾക്കും വഴിപാടുകൾക്കും ഉപ്പ് ചേർക്കുന്നു, സുഗന്ധവർഗത്തിൽ ഉപ്പ് ചേർക്കണം. പട്ടണങ്ങളെ ആക്രമിച്ച് നശിപ്പിക്കുമ്പോൾ അവിടെ ഉപ്പ് വിതറാറുണ്ട്. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ ഉപ്പിന് പരലാകൃതിയാണ്. എത്ര ഇടിച്ചു പൊടിച്ചാലും പരലാകൃതി മാറുകയില്ല. ഏത് കഷ്ടങ്ങളിലും വിശ്വാസിയുടെ ആത്മീയ സ്വഭാവമാണ് ഉപ്പിൻ്റെ ഒരനുഭവം. ഓരോരുത്തരും നിങ്ങൾ എങ്ങനെ ഉത്തരം പറയണമെന്ന് അറിയേണ്ടതിന് നിങ്ങളുടെ വാക്ക് എപ്പോഴും കൃപയോട് കൂടിയതും ഉപ്പിനേക്കാൾ രുചി വരുത്തതുമാകട്ടെ. അപ്പോൾ നമ്മുടെ വാക്കുകളാണ് ഉപ്പ് രുചി വരുത്തുന്നത്. നാം ഉത്തരം പറയണം എന്നറിയേണ്ട നിങ്ങളുടെ വാക്കുകൾ എപ്പോഴും കൃപയോടുകൂടെ, ഒരാത്മീയ വ്യക്തിയെ കൃപയോടുകൂടെ പറയുന്ന വാക്കാണ് മറ്റുള്ളവരെ രുചിപ്പിക്കുന്നത്. രുചിയില്ലാത്തതും ഉപ്പ് കൂടാതെ തിന്നുമോ? അപ്പോൾ രുചിയുണ്ടെങ്കിൽ മാത്രമേ അത് ഉപയോഗിക്കുവാൻ കഴിയുകയുള്ളൂ. അതുപോലെയാണ് നമ്മുടെ വാക്ക് ക്രിസ്തുവിൻ്റെ വാസനയായി, പരിജ്ഞാനമായി വെളിപ്പെടുത്തുന്നു. യേശു ക്രിസ്തു ഞങ്ങളെ എല്ലായ്പ്പോഴും ജയോത്സവമായി നടത്തുകയും എല്ലായിടത്തും ഞങ്ങളെക്കൊണ്ട് തൻ്റെ പരിജ്ഞാനത്തിൻ്റെ വാസന വെളിപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം. അപ്പോൾ എല്ലായിടത്തും നമ്മുടെ വാക്ക് പരിജ്ഞാനത്തിൻ്റെ വാസന വെളിപ്പെടുത്തുന്ന ദൈവത്തിനായി രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും നശിക്കുന്നവരുടെ ഇടയിലും ഞങ്ങൾ ദൈവത്തിന് ക്രിസ്തുവിൻ്റെ സൗരഭ്യവാസനയാകുന്നു. അപ്പോൾ ഈ ലോകത്തിൻ്റെ ഉപ്പെന്ന് ദൈവം വെളിപ്പെടുത്തുമ്പോൾ രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലായാലും നശിക്കുന്നവരുടെ ഇടയാലും ഞങ്ങൾ ദൈവത്തിന് ക്രിസ്തുവിൻ്റെ സൗരഭ്യവാസനയായി മാറുവാൻ തക്കവണ്ണം ഇടയാകണം. ഇവർക്ക് മരണത്തിൽ നിന്ന് മരണത്തിലേക്കും ഉള്ള വാസനയാകുന്നു. ഞങ്ങൾക്കോ ജീവനിൽ നിന്നും ജീവനിലേക്കുള്ള വാസനയാകുന്നു. അപ്പോൾ ദൈവവചനത്തിൽ കൂട്ടി ചേർക്കുന്ന അനേകരെ പോലെ അല്ല, നിർമ്മലതയോടെ ദൈവത്തിൻ്റെ കൽപ്പനയാലും ദൈവസന്നിധിയിൽ ക്രിസ്തുവിൽ സംസാരിക്കുന്നു. അപ്പോഴാണ് നാം രുചിപ്പിക്കുന്നതാകുന്നത്. യേശു ക്രിസ്തുവിൽ നമ്മുടെ വാക്ക് ഉപ്പിനേക്കാൾ രുചി വരുത്തുന്ന ഒരനുഭവമായി മാറുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, സ്നേഹമുള്ള കർത്താവേ, ഈ പൽക്കാലം എല്ലാവരെയും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പൂർണ്ണമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഭൂമിയുടെ ഉപ്പായി മാറുവാൻ, അത് രുചിപ്പിക്കുന്നതും അത് വാസനയുള്ളതും അനേകർക്ക് അനുഗ്രഹമായി തീരുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിക്കട്ടെ. ഈ പകൽക്കാലം ഈ വചനപ്രകാരം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിച്ച് കൃപയാൽ നിറയ്ക്കും. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.